നമ്മുടെ ബിഷപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ബിഷപ്പ് രേണുസുതിക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു ഇൻഡാസ്. ആ ഇൻഡാസിനകത്ത് പറയുന്ന കാര്യങ്ങള്, പുള്ളിക്കാരൻ ഇഷ്ടദാനമായി കൊടുത്ത സ്ഥലം തിരികെ തരണം, തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബിഷപ്പ് ഇപ്പോ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്, സന്തോഷം മാത്രമേ ഉള്ളൂ. രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പൊക്കെ കൊടുക്കുക, കമന്റ് ബോക്സ് എന്തെങ്കിലും കമന്റുകളൊക്കെ ഇടുക കേട്ടോ. കൂടുതൽ അടുപ്പിച്ചോളാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് വരാം. സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുതിയും രേണുസുതിയുടെ ചില വാലുകളും ശിങ്കിടികളും, അതായത് രേണുസുതിയും ചില്ലറകളും, ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ലൈം ലൈറ്റ് നിൽക്കുക. ഈ ലൈം ലൈറ്റ് നിൽക്കാനായിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുക, നെഗറ്റീവ് പബ്ലിസിറ്റി പരത്തുക. ഇതാണ് ഇവർ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പൊ രേണു മാത്രമല്ല, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും മറ്റേ ചില്ലറകൾക്കും ഉണ്ടാവും സൗരഭ്യം എന്ന് പറയുന്ന പോലെ തന്നെ രേണുവിനെ വാലെ പിടിച്ച് രേണുവിന്റെ കുറെ ചില്ലറകളും ഇതേ വള്ളികൾ പിടിക്കുന്നുണ്ട്. അപ്പോ രേണുവിന്റെ ഇത്രയും നാളത്തെ ഒരു ജൈത്ര യാത്ര നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് രേണു ഒരു മൂന്നാല് വിഷയങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൂന്നാല് വിഷയങ്ങളെ തൊട്ടാണ് രേണുവിന്റെ സകലമാന കോൺട്രവേഴ്സികളും. വീട്, സുധിച്ചേട്ടൻ, അടുത്ത വിവാഹം, വീട്, സുധിച്ചേട്ടൻ, അടുത്ത വിവാഹം. ഇപ്പോ ഒരു പേരിന് വേണ്ടിയിട്ട് മാജിക് മൂമെന്റ്സും ഈ വിവാദത്തിന്റെ ഒരു ഭാഗമായി കയറി വന്നിട്ടുണ്ട്. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് താഴെ പോകുമ്പോഴത്തേനും വീട് പൊളിഞ്ഞു, വീട് ശരിയായില്ല, വീട് തലയും കുത്തി നിന്നു, ബിഷപ്പ് ശരിയല്ല, ഫിറോസിക്ക ശരിയല്ല, ഇങ്ങനെ കുറെ സാധനങ്ങളാണ് ഇവര് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ബിഷപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ വീട് പണിത് കൊടുത്ത ഫിറോസിക്ക, ഇവര് ചെയ്ത ഒരേ ഒരു തെറ്റ്, ഒരു നിവൃത്തിയില്ലാത്തൊരു കുടുംബത്തിനെ സഹായിച്ചു എന്നുള്ളതാണ്. ഈ സഹായത്തിന്റെ പേരിൽ ഒരുപാട് അവഹേളനങ്ങൾ അവര് അനുഭവിച്ചു. ആർക്ക്? ഈ കൊടുത്ത ആളിൽ നിന്ന് തന്നെ. ഒരാൾക്ക് ഇഷ്ടദാനമായിട്ടൊരു സാധനം കൊടുക്കുന്നു, ആ ആൾ അന്നേരം രണ്ട് കൈയും നീട്ടി വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചതിന് ശേഷം ഒരു റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാല് പേര് അറിയാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മളെ സഹായിച്ച ആരൊക്കെയാണോ അവരെയൊക്കെ അങ്ങ് അപരാധിക്കുക. ഈ സാധനമാണ് രേണുവിന്റെ കൂട്ടുകാരിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ നമ്മുടെ ഈ ബിഷപ്പ്, അതുപോലെ തന്നെ ഫിറോസിക്ക കാലാകാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സൈബർ ബുള്ളിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അവര് നിരവധി ചീത്തപ്പേരുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് നല്ല ഉദ്ദേശത്തിൽ ചെയ്തത് അത് മോശമായിട്ട് ഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ജീവിതകാലത്ത് ഒരാളെ സഹായിക്കത്തില്ല എന്ന ഒരു തീരുമാനത്തിൽ ഇവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ സമയത്ത് നിരന്തരമായിട്ട് ബിഷപ്പിനെ ഈ രേണു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രേണു പോരാഞ്ഞിട്ട് ശാരിക വന്ന് കുറ്റം പറയുന്നു, ശാരിക പോരാഞ്ഞിട്ട് മറ്റേ രേണുവിന്റെ ഒരു കൂട്ടുകാരി വന്നിരുന്ന് കുറ്റം പറയുന്നു. ഇങ്ങനെ പലരായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ബിഷപ്പ് പലയിടങ്ങളിൽ, ഇപ്പൊ ബിഷപ്പിന് എന്താ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ പറയും ബിഷപ്പ് ഞങ്ങളെ മനഃപൂർവ്വമായിട്ട് അവഹേളിച്ചു. മറ്റു യൂട്യൂബേഴ്സിനോടൊന്നും ബിഷപ്പിന് സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിച്ചെന്താ, നമ്മള് ബിഷപ്പ് നമ്മളെ അവഹേളിച്ചു, അപമാനിച്ചു. ഇതാണ് സംഭവം. ശരിക്കും ഈ ബിഷപ്പിനെയാണ് ഇവര് അപമാനിക്കുകയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയത്ത് ബിഷപ്പ് ഒരു വക്കീൽ നോട്ടീസ്, ഒരു ഇൻഡാസ് ഇവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും കിച്ചുവിനും രേണുവിനുമാണ് ഈ സാധനം അയച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ രേണു ഇപ്പൊ എവിടാ, മറ്റേ ബഹ്റിനില് ബാച്ചിലേഴ്സിൽ കിടന്ന് അറാടെ അറാടെ അട അട അറാടെ ഈ സാധനം തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. രേണു തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും തുള്ളാൻ പറ്റാത്ത പോലെ ഓട്ടമായിരിക്കും. ഒരു ഓട്ടത്തിന്റെ ഓട്ടം ഓടേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ഏതായാലും അച്ഛൻ കൊടുത്തിട്ടുള്ള ഇൻഡാസിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിനകത്ത് പറയാം, ഞാനിപ്പോ ഇപ്പൊ ഇവിടെ വെച്ചേക്കാം. ഈ സാധനം ഇംഗ്ലീഷ് വായിച്ച് ഞാൻ തർജ്ജമയൊന്നും ചെയ്തില്ല, ഞാൻ നേരിട്ട് കാര്യം ഒന്ന് പറയാം. അതായത് കിച്ചുവിനും ഋതുവിനും, ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടദാനമായി കൊല്ലം സുധിയുടെ അഭാവത്തിൽ ഈ അച്ഛൻ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഇവരുടെ നിവൃത്തികേടുകൾ കൊണ്ടാണ് കൊടുത്തത്. ആ സ്ഥലത്ത് ഇവർ വീട് പണിഞ്ഞിരുന്നു. എന്നിട്ടും കുറെ നാളുകൾ കൊണ്ട് ഈ അച്ഛനെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സാധനങ്ങൾ ചെയ്തതുകൊണ്ട് ആ സാധനങ്ങളെല്ലാം, ഇവര് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തി ഇട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം കിച്ചുവും രേണുവും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം 7 ദിവസത്തിനകത്ത് ഈ സാധനം എല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കണം. റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടദാനമായിട്ട് എഴുതി തന്ന സാധനം അച്ഛൻ തിരിച്ചു ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ കോമ്പൻസേഷൻ ചോദിക്കുന്നു. ഇതാണ് അച്ഛൻ വെച്ചു കൊടുത്തിട്ടുള്ള ഇൻഡാസ്. ഈ ഇൻഡാസ് കിച്ചുവിന്റെ കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. രേണു ബാച്ചിലേഴ്സിന്റെ തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ രേണുവിന് ഈ സാധനം കിട്ടും. വളരെ നല്ല കാര്യം, വളരെ മികച്ച കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട്. അന്ന് ഷെഫീന ചേച്ചി ഇട്ട വീഡിയോയ്ക്കകത്ത് മറുപടി ആയിട്ട് രേണു പറയുന്നുണ്ടായിരുന്നു, നിയമപരമായിട്ട് വാ, എന്റെ വീടങ്ങ് എഴുതിയേ വാങ്ങ്, ഇറങ്ങി കൊടുക്കാനും താല്പര്യമില്ല, ഇവിടെ നിൽക്കാനും താല്പര്യമില്ല, കുറ്റം പറയാതിരിക്കാനും താല്പര്യമില്ല, നീ ചുണയുണ്ട് ഞങ്ങളെ ഇറക്കി വിട്, നിയമപരമായിട്ട് നിങ്ങൾ വാ നോക്കട്ടെ.
ഇതാ നിയമപരമായിട്ട് വന്നു, കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. ഒരു മനുഷ്യനെ അവഹേളിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എത്രയെന്ന് വെച്ചിട്ടാണ് ഈ ബിഷപ്പ് ഈ സാധനം എല്ലാം കേട്ടോണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് ഫിറോസിക്കയും എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കണം, നിയമപരമായിട്ട് സ്വീകരിക്കണം. രേണു ഇപ്പൊ കാർ എടുത്തു, രേണു തന്നെ പറയുന്നു രേണുവിന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഉണ്ടെന്ന്. രേണുവിന് ഇപ്പൊ നിരവധി പ്രോഗ്രാമുകളുണ്ട്, ഷോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. രേണുവിന് മറ്റൊരു വീടെടുക്കാനോ അല്ലെങ്കിൽ വീട് പണിയാനോ ഒക്കെ ഉള്ള നിവൃത്തിയുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടദാനം തന്ന വീടിനെ കുറ്റം പറഞ്ഞ് വീണ്ടും റീച്ച് ഉണ്ടാക്കുക, സുധിച്ചേട്ടനെ പെറുക്കി വിറ്റ് റീച്ച് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് രേണു കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേണു അതിനെ തുടരുകയും ചെയ്യും. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇറങ്ങിയതാണ്, പക്ഷെ പുള്ളിക്കാരി വീണ്ടും അതീവ നെഗറ്റീവായിട്ട് തുടരുകയാണ്. പുള്ളിക്കാരിക്ക് അതേ പറ്റൂ. എന്നെ കുറിച്ച് 4 പേര് 4 അപരാധം പറയണം, അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് അങ്ങനെയാണെന്ന് രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കിക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുതരം സൈക്കോ പരിപാടിയാണ് രേണുവിന്റെ. ഇനി ഇപ്പൊ പ്രധാനമായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് രേണുവിന്റെ റിയാക്ട് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി അറിയാം. രേണു ഇപ്പോ മറ്റൊരു ഇതുണ്ട്, പ്രണയം ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ പ്രണയത്തിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പേ ഈ അച്ഛന്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും, ഒരാള് വീട് വെക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് അവരുടെ കഷ്ടതകൾ കണ്ട് ഈ അച്ഛൻ വീട് കൊടുത്ത് സഹായിക്കുന്നു, നമ്മുടെ ബിഷപ്പ് വീട് കൊടുത്ത് സഹായിച്ച് അവരവിടെ വീട് പണിതു. ആ വീടിന്റെ താക്കോൽദാനം എല്ലാം നടന്നു, അവർ സന്തോഷപൂർവ്വം പിരിയും. അതിനുശേഷം സഹായിച്ച ആള്, സഹായം കൈപ്പറ്റിയ ആള് സഹായിച്ച ആളെ കുറിച്ച് പറയുന്ന സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടോ, ഇപ്പം അവർക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നിടത്തെല്ലാം ഞാൻ ഫൈറ്റ് ചെയ്യും. വേറൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം, ഞാൻ ഒരു ട്രാജഡി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പല്ലേ, ബിഷപ്പാമ്പ്. ബിഷപ്പല്ല, വിഷപ്പാമ്പ്. ഈ കൂടെ നിൽക്കുന്നവരാണ് സജീന ബ്ലോഗ്സ്. ഇവർക്കാണ് രേണുവിന്റെ അത്രയും പോലും വിവരമില്ലാത്തൊരു സ്ത്രീ. ഇവര് ചുമ്മാ ആരെങ്കിലും ഒക്കെ എന്നെ കുറിച്ച് റിയാക്ട് ചെയ്യടാ, എടാ ഞാൻ റിപ്ലൈ തരാടാ, എടാ റിയാക്ട് ചെയ്യടാ മോനെ, ഞാൻ റിപ്ലൈ തരാടാ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോഴത്തേനും ചക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് അകത്ത് ചക്കക്കുരു വരുമോ എന്ന് റിപ്ലൈ ചോദിക്കുന്ന ഒരു ടീമാണ് ഈ സജീന ബ്ലോഗ്. പുള്ളിക്കാരി എന്തിനാണ് പറയുന്നത് പുള്ളിക്കാരിക്ക് പോലും അറിയാൻ പാടില്ല. കുറെ ചോദ്യങ്ങൾ വരുന്നു, അതിന് പുള്ളിക്കാരി ചക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുക്ക് എന്നുള്ള ഉത്തരം പറയുന്നു. ഇതാണ് പുള്ളിക്കാരിയുടെ വീഡിയോ. അപ്പൊ രേണുവിനെ നിരന്തരമായി സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് ഈ അച്ഛനെതിരെ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ വീഡിയോസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. നല്ല കാര്യമാണ്, വളരെ മികച്ച കാര്യമാണ്. ഇനി നമുക്ക് രേണുവിന്റെ പ്രണയത്തിലേക്ക് പോവാം. കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് രേണു പറയുന്നുണ്ട്, രേണു സൂചിപ്പിക്കുന്നുണ്ട്, രേണു ആങ്കറും കൂടെ ഏതോ ഒരു മുസ്ലിം യുവാവുമായിട്ട് അതീവ പ്രണയത്തിലാണെന്നുള്ള കാര്യം. ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ പറയുന്നുണ്ട്. അതിനുശേഷം ഈ സാധനം നല്ല രീതിയിൽ റീച്ച് പോവുമല്ലോ, സ്വാഭാവികമായിട്ടും റീച്ച് പോകും. ഇപ്പോഴും അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, പാവപ്പെട്ട സ്ത്രീ എന്ന് പറയുന്ന കുറെ അവന്മാരുണ്ട്. അവന്മാരെല്ലാം ഞാൻ പറയുന്നത് ബോധവും വിവരമുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഈ ബോധവും വിവരമുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി രേണു മറ്റൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മാസ്റ്റർ മൈൻഡ് വൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജോട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്കപ്പോൾ രേണുവിന്റെ ആ വീഡിയോ ഉണ്ടാക്കാം. സൗണ്ട് വേണ്ട, സ്ട്രൈക്ക് കിട്ടും. സൗണ്ടോടെ പറഞ്ഞേ. ഇതാണ്ടേ, ഇത് ഏതോ ഒരുത്തനെ, ആരാന്നറിയത്തില്ല, ഏതോ ഒരുത്തനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് രേണു ഇട്ടത്. രേണുവിന് ആരെ വേണമെങ്കിലും കെട്ടിപ്പിടിക്കാം കേട്ടോ, യാതൊരു പ്രശ്നവും അതിന് നമുക്ക് യാതൊരു പ്രശ്നമില്ല. എന്നിട്ട് ഇട്ടേക്കുന്നു, ആരാ ഇത്, ഒരു 3 ഹൃദയം, അതിന് മുമ്പൊരു ഹൃദയം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ജിത്തു ജോസഫ് എന്ന സ്ക്രിപ്റ്റിൽ പോലും ഇത്രയും ട്വിസ്റ്റും ടേൺസും ഞാൻ കണ്ടിട്ടില്ല. അമ്മാതിരി സ്ക്രിപ്റ്റ് ആണ് ഇവർ എഴുതി പടപ്പിച്ച് വിടുന്നത്. ഏതായാലും നമ്മൾ ഇത് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ നെഗറ്റീവിലൂടെ പിടിച്ചു നിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ എല്ലാ സമയവും ആ നെഗറ്റീവിലൂടെ പോകാൻ പറ്റത്തില്ല. എന്നെങ്കിലും അത് പണി കിട്ടും. പണികൾ വന്നു തുടങ്ങി, മേടിച്ചോളൂ. വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി കൊടുക്കുക. ഇനി എനിക്കറിയാൻ പാടില്ല, നമ്മുടെ ബിഷപ്പിന് കുറച്ച് കഴിയുമ്പോഴത്തേനും, പുള്ളി ദൈവവേലയൊക്കെ ചെയ്യുന്ന ആളല്ലേ, പാവങ്ങളല്ലേ, ഈ കിച്ചുവും ഋതപ്പനും വഴിയാധാരം. ഇപ്പൊ ശരിക്കും രേണുവിനല്ല വീട് കൊടുത്തത്, കിച്ചുവിനും ഋതപ്പനുമാണ് കൊടുത്തത്. അവരാണ് ആ വീടിന് അർഹര്, അവർക്ക് വേണ്ടിയിട്ടാണ് ആ വീട് കൊടുത്തത്. സോ ബിഷപ്പിന്റെ മനസ്സലീമായിരിക്കും അവരെ ഇറക്കി വിടേണ്ട, വഴിധാരം ആക്കണം ചിന്തിക്കായിരിക്കും, എനിക്കറിയാൻ പാടില്ല. അപ്പൊ എങ്ങനെയാണെങ്കിലും രേണു കാണിച്ച കൊന്തളിപ്പിന് അനുഭവിക്കാൻ പോകുന്നത് കിച്ചുവും ഋതപ്പനുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുക. രേണു പെട്ടെന്ന് ഇൻഡാസ് മേടിക്കുക കേട്ടോ, നിയമപരമായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്.